ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ശരി, ഞാൻ വരുന്നത് നോക്കി ഇരിക്കുകയാണല്ലേ? ഉള്ളില് നല്ല പേടിയുണ്ടല്ലേ? അമ്മേനെ ഇത്രയും ബലത്തിൽ ചേർത്ത് പിടിക്കുന്നത് എപ്പോഴാ? അമ്മയുടെ മനസ്സ് വേദനിക്കുമ്പോഴാ. അമ്മ പേടിക്കണ്ട കേട്ടോ, എനിക്കൊന്നും സംഭവിക്കില്ല. നിന്റെ അത്രയും ധൈര്യം അമ്മയ്ക്ക് കിട്ടുന്നില്ല. നീ പിന്നെ മരണത്തെ വരെ ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചവളല്ലേ? അതൊക്കെ മുമ്പത്തെ കാര്യമില്ല അമ്മേ. ഇപ്പൊ അങ്ങനെ മരണത്തെ കുറിച്ചൊന്നും പേടിക്കണ്ട. പൂജകളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. 41-ാം നാള് അത് ഭംഗിയായിട്ട് അവസാനിക്കുകയും ചെയ്യും. പിന്നെന്താ? ഓരോ നിമിഷവും എണ്ണി അമ്മ ജീവിക്കുന്നത്. പേടിക്കണ്ട പേടിക്കണ്ടെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എവിടെയൊക്കെയോ മനസ്സ് കൈവിട്ടു പോകുന്നുണ്ട്. ഗോപാലിന്റെ സുനന്ദയുടെ മുന്നിലിരുന്ന് എത്രയെന്ന് വെച്ച സങ്കടം പറയുക. കുറച്ചു കഴിയുമ്പോ അവർക്കും തോന്നില്ലേ കൂടെ നിർത്തിയത് തന്നെ ആപത്തായി പോയിന്ന്. അതുകൊണ്ട് മുറിക്കാത്തിരുന്ന് ഒറ്റയ്ക്ക് കരയും, കരഞ്ഞു തീർക്കും. കരയില്ലേ അമ്മേ? അമ്മയുടെ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കാതിരിക്കോ? ഒരിക്കലുമില്ല. ഞാൻ ദൈവങ്ങളോട് അമ്മയുടെ ജീവൻ വേണമെന്ന് പറഞ്ഞപ്പോ അവരത് തിരിച്ചു തന്നില്ലേ? അതുപോലെ എന്റെ ജീവന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാലും അതും കേൾക്കും. ആ ഗോപാലമാമ, കൃഷ്ണമോൾ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ ഗോപാലമാമ. വരുമ്പതാ ഉമ്മറത്ത് കാത്തിരിക്ക അമ്മ. അല്ല, സുനന്ദേച്ചി എവിടെ? മോളെ സ്കൂളിലാക്കാൻ പോയിരിക്ക. തങ്കം കരഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ എന്റെ അമ്മയ്ക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യല്ലേ? അല്ലേ അമ്മേ? മോള് വാ. ചെല്ലു മോളെ. മോളിങ് വന്നേ. ഗോപാലിനെ മണ്ണാർശാലയിലേക്ക് പറഞ്ഞയച്ച് അവിടുന്ന് പ്രത്യേകം പൂജ നടത്തി ജപിച്ചുകൊണ്ടുവന്ന ചരട. ഇത് മോളുടെ കയ്യിൽ കെട്ടിയാ മതി, പിന്നെ ഒരാപത്തും ഉണ്ടാവില്ല. കൈ കാണിക്കാം. നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും, ഉറപ്പാ മോളെ.